ഹായ് കൂട്ടുകാരെ, ഗണിത മധുരം ചാനലിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് ക്ലാസ്സുമായിട്ടൊന്നുമല്ല, ഒരു നിർമ്മാണ പ്രവർത്തനമാണ്. ഓഗസ്റ്റ് 1 കഴിഞ്ഞു അല്ലേ? നമുക്കറിയാം ഈ മാസം ഹിരോഷിമ ദിനം വരുന്നുണ്ട്, നാഗസാക്കി ദിനം വരുന്നുണ്ട്. അതോടനുബന്ധിച്ച് ചെയ്യാനുള്ള ഒരു പ്രവർത്തനം ടീച്ചർ ഇട്ടിട്ടുണ്ട്. ഏതാണെന്നറിയോ? സഡാക്കോ കൊക്ക് നിർമ്മാണം. നിങ്ങൾ ആ വീഡിയോ കണ്ട് ചെയ്യാൻ പഠിക്കുക. അതിൻ്റെ ലിങ്ക് ടീച്ചർ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. പിന്നെ വരുന്ന ഓടിയെത്തുന്ന മറ്റൊരു കാര്യം സ്വാതന്ത്ര്യദിനം. അപ്പോൾ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ഗണിത ക്ലബിലെയും സോഷ്യൽ ക്ലബിലെയും കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതും എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ് ദേശീയ പതാക നിർമ്മാണം. ഞാനും ഉണ്ടാക്കി ദേശീയ പതാക. ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ടീച്ചറെ A4 കളർ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ നോക്കുമ്പോൾ ചില കുട്ടികൾ പറയും, ടീച്ചറെ ഞങ്ങളുടെ കയ്യിൽ A4 കളർ പേപ്പർ ഒന്നുമില്ല. സാരമില്ല, മാർക്കർ പെന്നും സ്കെച്ച് പെന്നും ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കുക. നിങ്ങളുടെ വീട്ടിലെ എല്ലാ അംഗങ്ങളും ഇത് ഉണ്ടാക്കുക. അതോടൊപ്പം ഗാന്ധി തൊപ്പിയും കൂടി ഉണ്ടാക്കുക. അതിൻ്റെ വീഡിയോയുടെ ലിങ്കും ടീച്ചർ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഗാന്ധി തൊപ്പി ഉണ്ടാക്കി, ദേശീയ പതാക ഉണ്ടാക്കി, ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ക്ലാസ് ടീച്ചർമാർക്കൊന്ന് അയച്ചു കൊടുത്തു നോക്കൂ. എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയാവോ? എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നിങ്ങൾ അയച്ചു തരണം കേട്ടോ. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? നിങ്ങൾക്ക് തോന്നിയ അളവിൽ ഇത് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ലേ? അതിന് കൃത്യമായിട്ട് അളവുണ്ട്. എല്ലാ അളവുകളും എടുത്താലും നമുക്കതിൻ്റെ കൃത്യമായിട്ട് ആ പ്രൊപ്പോർഷൻ ശരിയാവില്ല. റേഷ്യോ 7ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്നില്ലേ? അംശബന്ധം, അതിനൊരു അംശബന്ധം ഉണ്ട്. അതായത് ടീച്ചർ ഇവിടെ പറഞ്ഞു തരാം. 3:2 എന്ന അംശബന്ധത്തിലാണ് ദേശീയ പതാക നിർമ്മിക്കുന്നത്. അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് ഒരു തോന്നൽ വരും, ടീച്ചറെ എന്തായി 3:2? നീളം 3 സെൻറ്റിമീറ്റർ എടുത്താൽ വീതി 2 സെൻറ്റിമീറ്റർ. നോക്കൂ, ഞാൻ നീളത്തിൻ്റെ അളവാണ് ഇതിൻ്റെ അടിയിൽ എഴുതുന്നത്. ഇവിടെ ബ്രെഡ്ത്ത്, വീതിയുടെ അളവ്. നീളം 3 സെൻറ്റിമീറ്റർ എടുത്താൽ വീതി 2 സെൻറ്റിമീറ്റർ തന്നെ വേണം, നിർബന്ധം. അല്ലാതെ നമുക്ക് തോന്നിയ രീതിയിൽ ദേശീയ പതാക നിർമ്മിക്കാൻ പാടില്ല. അപ്പം 3:2 ചില കുട്ടികൾ പറഞ്ഞു, ടീച്ചറെ 3:2 മാത്രമേ ഉള്ളൂ, വേറെ അളവ് എടുത്തൂടെ? എടുക്കാം. അപ്പോൾ ഇതിനോട് അനുപാതമുള്ള അളവ് വേണം. അതായത് 3 എന്നുള്ളത് നമുക്ക് ഇരട്ടിയാക്കാം, 6 സെൻറ്റിമീറ്റർ ആക്കാം. അപ്പോൾ വീതി എത്ര വരും? 4 സെൻറ്റിമീറ്റർ വരും. മനസ്സിലായില്ലേ? അതായത് 3 ഭാഗിച്ചതിൽ 2 ഭാഗമാണ് വീതി വരിക. നമുക്ക് വേണമെങ്കിൽ അത് ഭിന്നസംഖ്യാ രൂപത്തിൽ വേണമെങ്കിൽ പറയാം കേട്ടോ. 3/2 ഭാഗമാണ് വീതി വരുന്നത്. ഇനി നോക്കൂ, 9 സെൻറ്റിമീറ്റർ ആണ് നീളം എടുക്കുന്നതെങ്കിൽ വീതി എത്ര എടുക്കാം? കൂട്ടുകാർക്ക് പറയാവോ? കൂട്ടുകാർക്ക് ട്രിക്ക് മനസ്സിലായി. 3നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 9 കിട്ടുന്നു. അപ്പം അനുപാതത്തിൽ മാറ്റം വരാതിരിക്കാൻ വേണ്ടി 2നെയും 3 കൊണ്ട് ഗുണിക്കുന്നു. എപ്പം എത്ര സെൻറ്റിമീറ്റർ ആണ്? 6 സെൻറ്റിമീറ്റർ. പിന്നെയോ അടുത്തത് നമുക്ക് 3നെ 4 കൊണ്ട് ഗുണിക്കാം, 12 സെൻറ്റിമീറ്റർ വരും. അപ്പം 2നെയും 4 കൊണ്ട് 8 സെൻറ്റിമീറ്റർ. ഇനി 3നെ 5 കൊണ്ട് ഗുണിക്കാം, 15 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ 2നെയും എത്ര കൊണ്ട് ഗുണിക്കണം? 5 കൊണ്ട് ഗുണിക്കണം, 10 സെൻറ്റിമീറ്റർ. ഇനി 3നെ 6 കൊണ്ട് ഗുണിച്ചാലോ? 18 വരും. 2നെ 6 കൊണ്ട് ഗുണിച്ചാലോ? 12 സെൻറ്റിമീറ്റർ. അപ്പോൾ ചില കുട്ടുകാർക്ക് ഒരു സംശയം ഉണ്ടാവും, ടീച്ചറെ ഞാൻ നീളം 24 സെൻറ്റിമീറ്റർ ആണ് എടുക്കുന്നത്. അപ്പോൾ എനിക്കിതിങ്ങനെ ഒന്നും പോകാതെ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ടെന്ന് സഹ്വ വിളിച്ച് പറയുന്നുണ്ട്. സഹ്വ എന്താ ചെയ്തതെന്നറിയാവോ? ഈ 24 ആകെ നീളം വരുന്നത്. അതിൻ്റെ 3/2 ഭാഗം കണ്ടുപിടിച്ചു. അതിൻ്റെ 3/2 എന്ന് പറഞ്ഞാൽ 3 8 24. 8 2 എത്ര വരും? 16 സെൻറ്റിമീറ്റർ. അപ്പം നീളം 24 ആകുമ്പോൾ വീതി എത്ര സെൻറ്റിമീറ്റർ? 16. ഈ രീതിയിലും കണ്ടുപിടിക്കാം കേട്ടോ. വലിയ അളവൊക്കെ എടുക്കുമ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഇപ്പം കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇനി ടീച്ചർ ഒരു പ്രാവശ്യം ദേശീയ പതാക നിർമ്മാണം തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ കൂട്ടുകാരെന്നോട് പറഞ്ഞു, ടീച്ചറെ നമുക്ക് 6 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും എടുക്കുകയല്ലേ? അങ്ങനെ 6 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ ഒക്കെ എടുത്തു. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ദേശീയ പതാകയിലെ മുകളിൽ കുങ്കുമം, നടുക്ക് വെള്ള, അടിയിൽ പച്ച.
ഈ അളവിന് കൃത്യം വേണം. ഈ 2 ഭാഗം, അതായത് വീതി എത്രയാണോ അതിനെ 3 തുല്യ ഭാഗങ്ങളാക്കണം. അപ്പം എല്ലാ അളവും എടുത്താൽ നമ്മൾ കുറച്ച് കുടുങ്ങിപ്പോവും. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ 3 തുല്യ ഭാഗങ്ങളാക്കണമെങ്കിൽ നോക്കൂ, 4 സെൻറ്റിമീറ്റർ എടുത്താൽ കുറച്ചൊരു ഗതികേടാട്ടോ. നമുക്കത് കൃത്യം കണ്ടെത്താൻ 4നെ 3 തുല്യ ഭാഗങ്ങളാക്കണ്ടേ? അത് പോയിന്റ് വരും, മില്ലിമീറ്ററൊക്കെ വരും, ആകെപ്പാടെ പ്രശ്നം. എന്തിനാ അതിനൊന്നും നിൽക്കണ്ട. അവിടെയാണ് അതിൻ്റെ മറ്റൊരു ട്രിക്ക് എന്ന് പറയുന്നത്. ഉണ്ടാക്കി കഴിയുമ്പോഴാണ് കുട്ടികൾക്ക് മനസ്സിലാവുക. അപ്പം ടീച്ചർ എന്ത് ചെയ്യുന്നറിയാവോ? ഞാൻ വളരെ തന്ത്രപൂർവം ഒന്നുകിൽ ഞാൻ എടുക്കും 9 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും. ടീച്ചർ ഇവിടെ 9 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ എടുക്കാമെന്ന് വിചാരിച്ചു. വിചാരിച്ചപ്പോൾ എന്താ ഒരു പ്രശ്നം, ചെറുതായിപ്പോവും, കുറച്ച് വലുപ്പം വേണ്ടേ. അതുകൊണ്ട് ടീച്ചർ അപ്പോൾ 6 സെൻറ്റിമീറ്റർ മാറ്റുകയാണ് ചെയ്തത്. 6 ആകുമ്പോൾ നമുക്ക് എളുപ്പം അതെന്താ 3 തുല്യ ഭാഗങ്ങളാക്കാം. അപ്പോൾ കൂട്ടുകാർക്ക് മറ്റൊരു ഐഡിയയും കൂടെ ഇവിടെ പിടികിട്ടിയിട്ടുണ്ടാവും. എന്താ ഐഡിയ നോക്കൂ? റിയ റഫീഖ് അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, ഹായ് ടീച്ചറെ എനിക്ക് പിടികിട്ടി. എന്താ പിടികിട്ടിയത്? അതായത് വീതി എടുക്കുന്ന സമയത്ത് 3ൻ്റെ ഗുണിതങ്ങൾ വരുന്ന സംഖ്യ എടുക്കണം. 3ൻ്റെ ഗുണിതങ്ങളാണെങ്കിൽ നമുക്കത് 3 തുല്യ ഭാഗങ്ങളാക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ടീച്ചർ ഉണ്ടാക്കാൻ പോകുന്ന ദേശീയ പതാകയുടെ നീളം 18 സെൻറ്റിമീറ്ററും എടുക്കും. വീതി എത്ര ചെയ്യുന്നറിയാവോ? അപ്പം 12 സെൻറ്റിമീറ്റർ വേണം. 12 സെൻറ്റിമീറ്റർ. അങ്ങനെ വരുമ്പോൾ ഈ കുങ്കുമ കളറും വെള്ള കളറും ഈ പച്ച കളറും എത്ര സെൻറ്റിമീറ്റർ വീതം എടുക്കണം? 4 സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് ഏകദേശം ഇതേപോലെ നമ്മൾ വരച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? 4 സെൻറ്റിമീറ്ററിൽ 3 തുല്യ ഭാഗങ്ങളാക്കുകയാണ് ചെയ്യേണ്ടത്. നടുക്കൊരു വെള്ള കളർ അല്ലേ? ഈ വെള്ള കളറിൻ്റെ നടുക്ക് ഉള്ളിലായിട്ട് വേണം അശോക ചക്രം വരയ്ക്കാൻ. അശോക ചക്രത്തിന് എത്ര കാലുകളുണ്ട്? 24 ആരക്കാലുകളുണ്ട്. അപ്പോൾ കൂട്ടുകാർക്കൊരു പ്രശ്നം, എൻ്റെ പൊന്നു ടീച്ചറെ 24 ആക്കി ഗതികെട്ടിരിക്കുകയാണ്. ഇനി ടീച്ചർ 24 ആക്കാൻ പറയണോ? പക്ഷെ ഇവിടെ നിങ്ങൾ വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ വൃത്തം വരച്ചിട്ട് അതിന് 24 തുല്യ ഭാഗങ്ങളാക്കിയപ്പോൾ ഗതി കെട്ടിട്ടുണ്ട് കൂട്ടുകാർ. അപ്പോൾ ഇവിടെ അത് വേണ്ട. നമ്മൾ ഏകദേശം ഒന്ന് നടുക്ക് കണ്ടിട്ട് നമ്മൾ 24 ആരക്കാലുകളായിട്ട് വരച്ചാൽ മതി. അപ്പം നോക്കൂ കൂട്ടുകാരൊക്കെ റെഡിയല്ലേ? ടീച്ചർ റെഡി ആട്ടോ. എല്ലാവരും ഉണ്ടാക്കണേ. ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം താഴെയും കൂടി ഒന്ന് രേഖപ്പെടുത്തണം. ടീച്ചർക്കൊരു സന്തോഷമാണല്ലോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ദേശീയ പതാക നിർമ്മാണം നടത്തുന്നത് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ടീച്ചർ ഒരു A4 പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഈ A4 പേപ്പറിൽ നമുക്കറിയാം ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 21 സെൻറ്റിമീറ്റർ ആണ്. ഇത് ദേശീയ പതാകയുടെ നീളമാണ് A4 പേപ്പറിൻ്റെ വീതിയായിട്ട് എടുക്കുന്നത് 21 സെൻറ്റിമീറ്റർ. ഇനി ദേശീയ പതാകയുടെ വീതി കിട്ടണം. ഇവിടെ നിങ്ങോട് 12 സെൻറ്റിമീറ്റർ അളന്ന് എടുക്കണം. അപ്പോൾ സ്കെയിൽ എടുത്തതിന് ശേഷം നിങ്ങൾ 12 സെൻറ്റിമീറ്റർ അളക്കുക. ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തു. അതേപോലെ ഇവിടെയും മാർക്ക് ചെയ്യുക. 2 സ്ഥലത്ത് മാർക്ക് ചെയ്യുക. കറക്റ്റ് കിട്ടാനാണ് കേട്ടോ. ഇനി ചെയ്യേണ്ടത് ഈ മാർക്ക് ചെയ്ത ബിന്ദുക്കൾ തമ്മിൽ പെൻസിൽ കൊണ്ടാണ് ഇവിടെ ഇപ്പം ടീച്ചർ യോജിപ്പിക്കുന്നത്. നിങ്ങളും പെൻസിൽ കൊണ്ട് യോജിപ്പിക്കുക. നോക്കൂ, ഇപ്പം നമുക്ക് ഇത്രയുമാണ് വേണ്ടത്. ഇനി ഇവിടെ നമുക്ക് 18 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത്, പക്ഷേ 21 ഉണ്ട്. അതുകൊണ്ട് 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് അതും വരയ്ക്കുക. ഇനി ഇത് തമ്മിൽ യോജിപ്പിക്കുക. കറക്റ്റ് 2 ബിന്ദുക്കൾ ഒരേ ഇതിൽ വരത്തക്ക വിധം യോജിപ്പിക്കണം. അപ്പോൾ കറക്റ്റ് കിട്ടും. ഇപ്പം നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, എന്തിനാ ടീച്ചറെ ഈ ഭാഗം കൊണ്ട് നോക്കൂ, നമ്മൾ ഇതിവിടെ ഇങ്ങനെ പിടിക്കാനുള്ള ദേശീയ പതാക പിടിക്കാനുള്ള പിടി ഉണ്ടാക്കിയിട്ടില്ലേ, ഇത് ഒട്ടിക്കാനാണ് ഇത്രയും ഭാഗം. ഇനി ഈ അളവ് തന്നെയാണ് ഇപ്പം നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ഇപ്പം ഐഡിയ പിടി കിട്ടിയില്ലേ? നീളം 18 സെൻറ്റിമീറ്റർ, വീതി 12 സെൻറ്റിമീറ്റർ. ഇനി ഈ 12 സെൻറ്റിമീറ്ററിനെ 3 തുല്യ ഭാഗങ്ങളാക്കണം. 3 തുല്യ ഭാഗങ്ങളാക്കുമ്പോൾ ഓരോ ഭാഗവും 4 സെൻറ്റിമീറ്റർ ആണ് വരിക. ഇവിടെ ടീച്ചർ കാണിച്ചു തരാം. 4 സെൻറ്റിമീറ്ററിൽ നിങ്ങൾ അടയാളപ്പെടുത്തുക. 4. ഇനി അടുത്തത് 8. അടുത്തത് 12-ന് ഇവിടെ വരയുണ്ടല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. അതേപോലെ ഇവിടെയും അടയാളപ്പെടുത്തുക.
ഇനി നോക്കൂ, ഇതിന് കളർ കൊടുക്കാൻ പോവാണ്. കളർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് ഇവിടെ ആദ്യം മുകളിൽ നമുക്കറിയാം കുങ്കുമ കളറാണ് വരേണ്ടത്. അപ്പോൾ ടീച്ചർ ഇതിൻ്റെ ബോർഡർ, ഇതിൻ്റെ ഔട്ട്ലൈൻ ഈ സ്കെച്ച് പെന്നു കൊണ്ട് തന്നെ വരയ്ക്കുകയാണ്. കാരണം അത് നല്ല ഫിനിഷിങ് കിട്ടാനാണ്. ടീച്ചറിൻ്റെ കയ്യിൽ വീതിയുള്ള മാർക്കർ പെന്നില്ല, അതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരയ്ക്കാം. ഇനി ടീച്ചർ ചെയ്യുന്നത് ഇതിന് കളർ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ കൊടുക്കും അല്ലേ? ടീച്ചർ ഇതേപോലെ വരച്ചിട്ടാണ് കളർ കൊടുക്കുന്നത്. ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ കൃത്യമായിട്ട് അത് മുഴുവൻ ഇങ്ങനെ വരച്ചാൽ നല്ല രസമായിട്ട് വരും. ഇപ്പം നമ്മൾ മുകൾ ഭാഗം കൊടുത്തു കഴിഞ്ഞു. നടുക്ക് നമുക്കറിയാം വെള്ളയാണ്. ഇനി അടിയിലേത് കളറാണ് വരുന്നത്? പച്ച. അപ്പം ഇനി നമുക്ക് പച്ച കൊടുക്കാം. പച്ച കൊടുക്കുന്ന സമയത്ത് ടീച്ചറിൻ്റെ കയ്യിൽ മാർക്കർ പെന്നുണ്ട്, അതുകൊണ്ട് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. ആദ്യം ഔട്ട്ലൈൻ നമ്മൾ കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ വീതിയുള്ള ഭാഗം പിടിക്കുക. വീതിയുള്ള ഭാഗം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കളർ ചെയ്യൽ ഒറ്റ വരയ്ക്ക് കുറേ ഭാഗം ഏരിയ വേഗം കിട്ടും. ഇപ്പം കൂട്ടുകാർ നോക്കൂ, നമുക്ക് മുകൾ ഭാഗവും താഴെയും കിട്ടി, നടുക്ക് വെള്ളം. ഇനി നോക്കുക, ഇത് സ്കെച്ച് പെന്നൊന്നും ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ വേറെ നമുക്ക് ഉണ്ടാക്കാം. ടീച്ചർ 3 കളർ പേപ്പർ അങ്ങോട്ട് എടുത്തു. ഏത്? വെള്ളയും കുങ്കുമവും പച്ചയും അല്ലേ? പേപ്പർ 3ഉം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് 4 സെൻറ്റിമീറ്റർ കൃത്യമായിട്ട് അളന്നിട്ട് 3 പീസും നമ്മൾ ഒറ്റ മുറിക്കലിന് നമുക്ക് മുറിച്ചെടുക്കാം. എന്നിട്ട് നമ്മളിത് 3ഉം നേരത്തെ ചെയ്തതുപോലെ നേരത്തെ വരയ്ക്കുകയായിരുന്നു. ഇപ്പം നമ്മൾ A4 പേപ്പറിലേക്ക് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ സ്കെച്ച് പെന്നുകൊണ്ട് വരച്ചതുപോലെ കൃത്യമായിട്ട് A4 കളർ ഉപയോഗിച്ച് ഇവിടെ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി അതിൻ്റെ സൈഡിൽ 3 സെൻറ്റിമീറ്റർ പിടി വെക്കണ്ടേ, അവിടെ നമുക്ക് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ട് അത് നമുക്ക് വരയ്ക്കാം. ഇത് പിടി വെക്കാൻ വേണ്ടി 3 സെൻറ്റിമീറ്റർ ഇവിടെ എടുത്ത് അളവിൽ വരച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ അശോക ചക്രം വരയ്ക്കണം. അപ്പം ഇതിൻ്റെ നടുക്ക് ബിന്ദു കണ്ടെത്തി നമുക്ക് അശോക ചക്രം വരയ്ക്കാം. വെള്ള ഭാഗത്തിൻ്റെ നടു കണ്ടെത്തണം. 18 സെൻറ്റിമീറ്റർ ആണ്. അപ്പം അതിൻ്റെ പകുതി 9 സെൻറ്റിമീറ്റർ അവിടെ നമ്മളൊന്ന് മാർക്ക് ചെയ്യാം. ഇനി വേറൊരു പ്രധാന കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടുന്ന് ഇവിടം വരെ 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പം 4 സെൻറ്റിമീറ്റർ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ നടു കൃത്യം 2 സെൻറ്റിമീറ്ററിലൊന്ന് അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ട് ഒരു അശോക ചക്രം വരയ്ക്കണം. അപ്പം നല്ല ടൈറ്റുള്ളൊരു കോമ്പസ് എടുക്കുക. അല്ലെങ്കിൽ വല്യമ്മമാരുടെ പല്ലാടുന്ന പോലെ ആടിക്കഴിഞ്ഞാലേ എന്തു പറ്റുന്നറിയോ? നമുക്ക് കറക്റ്റ് വൃത്തം കിട്ടില്ല. ഇപ്പോൾ നല്ല മുറുക്കിയിട്ട് പേനയാണ് ഇടേണ്ടത്. നീല മഷി പേനയാണ്. അപ്പോൾ ഇതാ ടീച്ചർ ഇവിടെ ഇങ്ങനെ വരയ്ക്കുകയാണ്. കണ്ടോ? കറക്റ്റ് ഈ വെള്ളഭാഗത്തിൻ്റെ നടുക്കായിട്ട് വരിക. മുകളിലും താഴെയും ഒരുപോലെ വിടുക. ഇനി നമ്മൾ വൃത്തം വരച്ച അതേ ആരം കൊണ്ട് ഈ വൃത്തത്തെ ഭാഗിക്കുക. അപ്പം നമുക്ക് 6 തുല്യ ഭാഗങ്ങളാക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. ഇനി സ്കെയിൽ വെച്ചിട്ട് 2 ബിന്ദുക്കൾ നേരെ അങ്ങോട്ട് യോജിപ്പിക്കുക. വ്യാസം നോക്കൂ. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? 6 തുല്യ ഭാഗങ്ങൾ കിട്ടി. ഇനി ഇതിൻ്റെ ഓരോന്നും നടു കണ്ടെത്തണം. നടു കണ്ടെത്താൻ വേണ്ടിയിട്ട് ശരിക്കും ഇതിൻ്റെ മധ്യബിന്ദു ഒക്കെ വരച്ചിട്ടാണ് നമ്മൾ വലിയ കുട്ടികൾ കണ്ടെത്തുക. നമുക്കിതിൻ്റെ ഏകദേശം നടു കണക്കാക്കിയിട്ട് നമുക്ക് വരയ്ക്കാം. ഇപ്പം നോക്കൂ, നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ 12 തുല്യ ഭാഗങ്ങളായി. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും നടു കണ്ടെത്തുക. ഈ ബിന്ദു കറക്റ്റ് ഒന്നും നമുക്കിതിന് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. ഒന്നാമത് ചെറിയ വൃത്തമാണ്. അപ്പം നമ്മൾ ഏകദേശം നമുക്കറിയാലോ, ഇതിൻ്റെ നടുക്കായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ട് ആദ്യം മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ഓരോന്നിൻ്റെയും നടുക്കൂടെ വരച്ചാൽ മതി.
ഇപ്പം കൂട്ടുകാരെ, ഇനി നമുക്കിത് മുറിച്ചെടുക്കാൻ പോവാണ്. അതിനായിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നിങ്ങൾ കത്രിക കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ പേപ്പർ കട്ടർ കൊണ്ടോ മുറിച്ചോളൂ. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. പക്ഷേ അത് വൃത്തിയായിട്ട് ചെയ്യണം എന്ന് മാത്രം. ഇനി നമുക്ക് ഇതിങ്ങനെ കൈ പിടിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇതുപോലത്തെ ഒരു പിടി വെക്കണം. ടീച്ചറിൻ്റെ കയ്യിൽ ഒരു സ്ട്രോ ഉണ്ട്. അപ്പോൾ കൂട്ടുകാർ പറയും, ടീച്ചറെ ഞങ്ങളുടെ കയ്യിൽ സ്ട്രോ ഇല്ലെങ്കിൽ ടീച്ചർ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ആദ്യം സ്ട്രോ ടീച്ചറെ പിടിപ്പിച്ചു തരാം. അപ്പോൾ ഇതിനകത്താണ് ടീച്ചർ സ്ട്രോ പിടിപ്പിക്കുന്നത്. A4 കളർ പേപ്പർ ഒട്ടിച്ചതാണ്. ഈ നമ്മൾ 3 സെൻറ്റിമീറ്റർ പറഞ്ഞില്ലേ, ആ 3 സെൻറ്റിമീറ്റർ ഭാഗം പശയും കൂടി തേക്കുക. കറക്റ്റായിരിക്കണം കേട്ടോ. അത് നമ്മൾ ഇത് ചുരുട്ടി ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നോക്കൂ, ഈ സ്ട്രോ ഇങ്ങോട്ട് എടുത്തു. അതിന് ശേഷം ഇതിൽ കറക്റ്റ് അങ്ങോട്ട് വെക്കുക. ഇനി ഇത് ചുരുട്ടി ഒട്ടിക്കുക. ഇനി പശ ഒട്ടട്ടെ കേട്ടോ, ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്തതിനെ പിടിയുണ്ടാക്കാം. ഇനി സ്ട്രോ ഇല്ലാത്തവർ എന്ത് ചെയ്യും, ഇതുപോലെ ഒരു A4 പേപ്പർ അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ കുറച്ച് ഭാഗം അങ്ങോട്ട് മുറിച്ച് കളഞ്ഞാൽ മതി. നമുക്ക് മുഴുവൻ വേണ്ട. ഇനി നമുക്ക് ഇത് പെൻസിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പേന വെച്ചിട്ടോ ഒക്കെ ചെയ്യാം. നോക്കൂ, ഈ പേന വെച്ചിട്ട് ചുറ്റി കഴിഞ്ഞാൽ അതിന് ഒത്തിരി വണ്ണം കൂടും. അതുകൊണ്ട് ടീച്ചർ ചെയ്യുന്നത് ഒരു റീഫിൽ എടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടാവുമല്ലോ. ഇതുകൊണ്ട് ഒരറ്റത്ത് വെച്ച് ചുരുട്ടുക. ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചുരുട്ടുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ റീഫിൽ അങ്ങ് എടുത്ത് മാറ്റുക. ഇനി ബാക്കിയുള്ളത് അങ്ങ് ചുരുട്ടുക. എന്നിട്ട് ഇതിൻ്റെ അവസാനം എന്ത് ചെയ്യണമെന്ന് അറിയാവോ, നിങ്ങൾ കുറച്ച് പശ തേച്ചൊട്ടിക്കുക. ഇത് നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാട്ടോ. ജസ്റ്റ് ഞാൻ ഒന്നും അറിയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ദേശീയ പതാകയുടെ ഈ സൈഡിൽ ഒട്ടിക്കുക. ഇപ്പൊ കൂട്ടുകാരെ, ഒരേ സമയം നമ്മൾ 2 ഫ്ലാഗ് ഉണ്ടാക്കി അല്ലേ? A4 കളർ പേപ്പർ ഉള്ളവർ ഈ രീതിയിൽ ഉണ്ടാക്കുക. ഇനി അഥവാ സ്കെച്ച് പെന്നേ ഉള്ളൂ എങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുക. അതും ചെറിയ സ്കെച്ച് പെന്നാണെങ്കിൽ ടീച്ചർ ചെയ്തതുപോലെ, മാർക്കർ പെന്നാണെങ്കിൽ ഇങ്ങനെ. അപ്പം നിങ്ങൾക്ക് കൂട്ടുകാർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ദേശീയ പതാക ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആദരവോടുകൂടി വേണം ഇത് കൈകാര്യം ചെയ്യാൻ. അത് കൂട്ടുകാർ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ കൂട്ടുകാർ, നിങ്ങളെല്ലാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് വേണ്ടി ഒരുങ്ങിയില്ലേ? നമുക്ക് നല്ല അടിപൊളിയായിട്ട് ദേശീയ പതാക എല്ലാവരും ഉണ്ടാക്കാൻ പഠിച്ചു. നിങ്ങൾ ഈ ദേശീയ പതാക ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പോർട്ട്ഫോളിയോയിലോട്ട് ശേഖരിക്കുക. കൂടാതെ ഇതെടുത്ത് ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം. പിന്നെ ഗാന്ധി തൊപ്പി ഉണ്ട്, നെഹ്റു തൊപ്പി, ഗാന്ധി തൊപ്പി എന്നൊക്കെ പറയും. അതുണ്ടാക്കുന്ന വീഡിയോ ടീച്ചർ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കൂടെ ടീച്ചർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ഒരു ഗാന്ധി തൊപ്പിയൊക്കെ വെച്ച് അതേപോലെ ഒരു ദേശീയ പതാക ഉണ്ടാക്കി ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് കൊടുക്കാം. അതേപോലെ നിങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും നല്ലൊരു ദേശീയ പതാക ഉണ്ടാക്കണം. നിലത്തൊന്നും ഇട്ട് ചവിട്ടരുത് കേട്ടോ, സൂക്ഷിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.